നമസ്കാരം. ആയില്യം നാളിൻ്റെ പൊതുവായ ഗുണദോഷ സ്ഥിതികളും പ്രത്യേകതകളും പറയുമ്പോൾ, ആയില്യം നാളിൻ്റെ അധിപഗ്രഹം ബുധനാണ്. ആയില്യം നാളുകാർ ജനിക്കുന്നത് ബുധദശയിലാണ്. തുടർന്ന് കേതുദശ, ശുക്രദശ, പിന്നെ ആദിത്യദശ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ഇങ്ങനെ മുമ്പോട്ട് പോകും. ഒരു ആയില്യംകാരൻ്റെ കാര്യം നോക്കുമ്പോൾ, ആയില്യം നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അയാളുടെ ജനനശിഷ്ടം വരുന്ന ബുധദശാകാലം എത്ര കാലം ഉണ്ടെന്ന് ഗണിച്ച് മനസ്സിലാക്കാം. അങ്ങനെ നക്ഷത്ര ശിഷ്ടദശ എത്രയുണ്ടെന്നറിഞ്ഞാൽ ഏത് പ്രായത്തിലാണ് ബുധൻ കഴിഞ്ഞ് കേതു വരുന്നതെന്ന് മനസ്സിലാക്കാം. ആയില്യം നാളുകാർക്ക് ആരംഭത്തിൽ വരുന്ന അത്ര അനുകൂലമല്ലാത്ത ദശാകാലം ഈ കേതുവിൻ്റേതാണ്. കേതുവിൽ രോഗങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, വീഴ്ച, പരുക്ക്, അതോടൊപ്പം പഠനകാര്യങ്ങളിൽ ഒരു പൂർണ്ണ പ്രയോജനമില്ലാതെ വരിക, മന്ദത, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. പകർച്ച വ്യാധികൾ വരാം. കേതുദശ കഴിയുന്നത് വരെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ കാര്യം നിങ്ങളുടെ യഥാർത്ഥ ജനന തീയതിയും സമയവും അനുസരിച്ച് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയും ദശാകാലവും കണ്ടെത്തി നിങ്ങൾക്ക് കേതുദശ ഏത് പ്രായം മുതൽ ഏത് ഘട്ടം വരെയാണെന്ന് അറിഞ്ഞ് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ കേതുദശ കഴിഞ്ഞ് യൗവനഘട്ടത്തിൽ വരുന്നത് പിന്നീട് ശുക്രദശയാണ്. അത് പൊതുവെ വളരെ നല്ലതായിരിക്കും. വിദ്യാഗുണം, അനുഭവ നേട്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. തുടർന്ന് വരുന്ന ആദിത്യദശ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതും, ചന്ദ്രദശയും ചൊവ്വാദശയും ഒക്കെ പൊതുവെ അനുകൂലവുമായിരിക്കും. ചൊവ്വയുടെ മധ്യം കഴിഞ്ഞ് അത്ര ഗുണമില്ലാത്ത സ്ഥിതിയും രാഹുവിൻ്റെ ആരംഭഘട്ടം അനുകൂലമല്ലാത്ത സ്ഥിതിയും ആകാം. നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതിയും ജാതകസ്ഥിതിയും പരിശോധിച്ച് അതിനനുസരിച്ച് നമുക്ക് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. കേതുവിൻ്റെ ദോഷങ്ങൾക്കും തുടർന്നുള്ള ജാതക ദോഷങ്ങൾക്കുമൊക്കെ പൊതുവായ പരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, ചുമന്ന പുഷ്പമാല, കടുംബായുസം, പുഷ്പാഞ്ജലി, ഇതൊക്കെ നടത്താവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വലിയ ഭഗവതി സേവ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ തൊഴിൽ സംബന്ധമായ നഷ്ടങ്ങളോ കാര്യപരാജയങ്ങളോ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ജാതകത്തിൽ കേതു എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം പരിശോധന നടത്തി തീരുമാനമെടുക്കേണ്ടതായിട്ട് വന്നേക്കാം. കൂടാതെ ആയില്യം നാളിൻ്റെ ജന്മനക്ഷത്ര കല്ല് മരതകമാണ്. ഈ മരതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ ചെയ്ത് ദേഹത്ത് ധരിക്കുന്നതും ഒരുപാട് ഗുണങ്ങൾക്ക് കാരണമാകും.